ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഫാമിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തേങ്ങവലിയൊക്കെ കഴിഞ്ഞു. നമ്മളെ ഫാമിൻ്റെ ഫെൻസിങ് നെറ്റൊക്കെ മുഴുവനായിട്ടും പൊട്ടിപ്പോയി. ഈ ഒരു ഫെൻസിങ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ളൊരു നെറ്റായിരുന്നു. ഇപ്പോൾ തേങ്ങ വീണിട്ട് ഫുള്ള് പൊട്ടിപ്പോയി. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയൊരു ഷോർട്സ് ഉണ്ടായിരുന്നു, പൂച്ച കുടുങ്ങിപ്പോയ ഒരു ഷോർട്സ്. അതിൽ പൂച്ച കുടുങ്ങിയ അന്ന് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് പൂച്ചനെ പുറത്തെടുത്തത്. അന്ന് ഈ നെറ്റ് മുറിക്കാതെ വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മുഴുവനായിട്ട് പോയി. ഇതിവിടെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ഇരുമ്പിൻ്റെ കമ്പിയായിട്ട് ഇപ്പോൾ കമ്പിയൊക്കെ എവിടെയെന്ന് തന്നെ കാണുന്നില്ല. ഒക്കെ എവിടെയൊക്കെയോ വീണ് പോയി. ഗ്രീൻ നെറ്റും താണു പോയി. ഒക്കെ ആകെ നാശമായി പോയിട്ടോ നമ്മളെ ഫാം. പിന്നെ ഇന്ന് 2-3 ദിവസമായിട്ട് ഇപ്പോൾ കുറച്ചൊരു വെയിലുള്ളതുകൊണ്ട് കോഴികൾക്കൊക്കെ ചെറിയൊരു ആശ്വാസമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളോട്, ഒരുപാട് ആൾക്കാർ വാട്സപ്പിലും കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കോഴിയും കോഴിമക്കളൊക്കെ കൊടുക്കാനുണ്ടോ എന്ന്. കൊടുക്കാനുണ്ട്, പക്ഷേ കുറഞ്ഞ റേറ്റിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 10-20-30 ഉറുപ്പ്യക്കൊക്കെ കോഴിക്കുട്ടികളെ കൊടുക്കാൻ അത്ര നഷ്ടത്തിൽ അങ്ങനെ കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച റേറ്റ് കിട്ടിയാൽ ഞാൻ കൊടുക്കും. നല്ല അടിപൊളി കോഴിക്കുട്ടികൾ 1.5 മാസമായത്, 2.5 മാസമായത്, 5.5 മാസമായതൊക്കെ ഉണ്ട്. പൂവനുണ്ട്, പെടയുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ കോഴികളൊക്കെ നല്ലപോലെ അടയിരിക്കുന്ന ടൈപ്പ് തനി നാടൻ കോഴികളാണ്. ഇവിടുന്ന് കൊണ്ടുപോയവർക്ക് ആർക്കും ഇതുവരെ അടയിരിക്കാത്ത പ്രശ്നമോ മുട്ടടാത്ത പ്രശ്നമോ വന്നിട്ടില്ല. കറക്റ്റ് 6 മാസം ആകുമ്പോൾ തന്നെ നമ്മളെ കോഴികളൊക്കെ മുട്ടടും. പിന്നെ നല്ലപോലെ അടയിരിക്കുന്ന ടൈപ്പ് കോഴികളുമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടിയാലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ്. 1000, 2000, 3000, 5000 വരെ റേറ്റ് പറയുന്നവരുണ്ട്. 300-ന് കൊടുക്കുന്നവർ അതും ഉണ്ട്. 600-700-ന് കൊടുക്കുന്നവർ അതും ഉണ്ട്. നമ്മൾ സാധാ പാക റേറ്റിലാണ് കൊടുക്കുന്നത്. അന്നും ആ റേറ്റിൽ തന്നെ കൊടുക്കുന്നത്, ഇന്നും ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നല്ല കോഴിമക്കൾക്കൊക്കെ ഒരു 100 രൂപ പോലും തരാൻ ഒരുക്കമില്ലാത്തവർക്ക് നമ്മൾ കോഴിമക്കളെ കൊടുക്കുന്നില്ല കേട്ടോ. ഡേയോൾഡ് നമ്മൾ ആദ്യമൊക്കെ 100-ന് കൊടുത്തത്. ഇപ്പോൾ ഡേയോൾഡ് വളരെ വില കുറച്ച് 80-നും 75-നും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടിയാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലാതെ വളരെ നഷ്ടത്തിലായിട്ട് ഇത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നമ്മളതൊക്കെ തനി നാടൻ കോഴികളാണ്. ഇവിടെ തന്നെ വിരിഞ്ഞ് വലുതായ കോഴികളാണ്. പിന്നെ ഈ വൈറ്റ് കോഴിയൊക്കെ നാടനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. തൂവലിൻ്റെ കളറിലൊക്കെ എന്താ ഉള്ളത്. ഈ വൈറ്റ് കോഴിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് കരിയില ടൈപ്പുള്ള കോഴി. അത് നല്ല ഉയരം പറക്കും. അത് രാത്രി മരത്തിലാണ് അത് ഉറങ്ങലുള്ളത്. അപ്പോൾ ഇതൊക്കെ മുട്ടടാനായി തുടങ്ങിയിട്ട് മരത്തിൽ ഉറങ്ങണോണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അഥവാ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് മുട്ടയിട്ട് പൊരുതാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കും. പുറത്ത് ഉറങ്ങണോണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ കുറേ മുന്നേ ചേർത്തലുള്ള വിനീത് എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ഒരു പ്യുവർ വൈറ്റ് കോഴി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എത്രയോ പ്രാവശ്യം അത് അടവെച്ച് വിരിച്ച് അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരൊക്കെ നമ്മളെ ചാനൽ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ പ്യുവർ വൈറ്റ് നാടനല്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരാട്ടോ. അത് തനി നാടൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ നാടൻ മാത്രമേ ഉള്ളൂ നിലവിലുള്ളൂ. നമുക്ക് വേറെ ടൈപ്പ് കോഴികളൊന്നുമില്ല. സോനാലി, വയോമി, ഗ്രാമശ്രീ മറ്റേതൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്യുവർ നാടനാണ്. നാടൻ കോഴികളും നാടൻ കോഴിക്കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഒക്കെ അടയിരിക്കുന്ന ടൈപ്പ് മക്കളാണ് കേട്ടോ. അപ്പം പ്യുവർ ആണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ കോഴികളാണ് കേട്ടോ. പിന്നെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ആ ഒരു പാക റേറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കില്ല. പിന്നെ ഡെലിവറീനെ പറ്റിയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ കോഴിനെ അയച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കിട്ടും, രാത്രി തന്നെ കിട്ടും. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഉച്ചയോ വൈകുന്നേരം ആകുമ്പോഴത്തേനെ കിട്ടും. 5 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഡെലിവറിയാണ്. പിന്നെ നമ്മൾ ദൂര സ്ഥലത്തേക്ക് അയക്കുമ്പോൾ വണ്ടിക്കാർക്ക് നിങ്ങളൊരു ചാർജ് കൊടുക്കണം. ചില വണ്ടിക്ക് 300 ചിലതിന് 400. 400-ൻ്റെ വണ്ടി കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. 300-ൻ്റെ വണ്ടി ഒരുവിധം സ്ഥലത്തൊന്നും ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുത്ത് കോഴിനെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോഴിനെ അട വെച്ച് വിരിച്ചാൽ അത് വിരിഞ്ഞാൽ ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 അത് വലുതായി കിട്ടൂല. നമുക്കതിൽ നിന്നൊരു 7-8 ഒക്കെ വലുതായി കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ചിലവർക്ക് 10 കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളത് വിരിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച കോഴിമക്കൾ നല്ല ഉഷാറായിരിക്കും, അടിപൊളിയായിരിക്കും. സ്റ്റാർട്ടറും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ വൈറ്റമിൻ സിറപ്പ് അത് കൊടുത്ത് പിന്നെ കഞ്ഞി കുറുക്കൽ തുളസി അത് കൊടുത്ത് എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് കോഴിമക്കൾ നല്ല അടിപൊളിയായിരിക്കും ആദ്യത്തെ ഒരാഴ്ച. രണ്ടാഴ്ചയൊക്കെ ആകുമ്പോൾ 10 ദിവസമൊക്കെ ആകുമ്പോൾ നല്ല മക്കളെ കഴിയും. പിന്നെ ഒരു 3-ാമത്തെ ആഴ്ച ഇങ്ങോട്ട് ആകുമ്പോഴത്തേന് അത് ആ ചിറക് താത്തി വെയിറ്റ് കുറഞ്ഞ് ക്ഷീണം വന്ന് ഒരുവിധം എല്ലാ കർഷകരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്, ഈ കോഴിക്കുട്ടികളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് ഇതിൽ നിന്നൊക്കെ പോലെ രക്ഷപ്പെടുത്തി എടുത്ത് ഒരു കോഴിക്കുട്ടിനെ ഒരു നല്ലൊരു അഡൾട്ട് ആയ കോഴിയാക്കി 6-7 മാസമുള്ള കോഴിയാക്കണമെങ്കിൽ കുറച്ചൊരു മെനക്കെടുണ്ട്, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെതായ ചിലവുണ്ട്.
അപ്പോൾ നമ്മൾ എന്നിട്ടും ഒരു 600-700 റേറ്റ് നമ്മൾ പറയുന്നു. ആ റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർ അതിനെക്കാട്ടിലൊക്കെ എത്രയോ റേറ്റിൽ കഞ്ഞിപ്പടനൊക്കെ 1000-നും 1500-നും വിൽക്കണവരുണ്ട്. നമ്മളിപ്പോൾ ആകെ റേറ്റാണ് പറയുന്നത്. പക്ഷേ ആ റേറ്റ് പോലും നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ എടുക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് കൊടുക്കുന്നത്. തനി നാടൻ കോഴികളാണ് കൊടുക്കുന്നത്. ഇവിടെ തന്നെ വിരിച്ച് വലുതാക്കിയാണ്. അപ്പോൾ ഒരു കോഴിക്കുട്ടീനെ വലിയൊരു കോഴിയാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് വിരിഞ്ഞ് വെച്ചിട്ട് എല്ലാ കോഴിക്കുട്ടിയും അങ്ങോട്ട് പെട്ടെന്ന് വലുതായി കോഴിയാവുമൊന്നുമില്ല. അത്രയും മാസത്തെ നമ്മൾ മെനക്കെട് ചിലവ് എല്ലാം ഉണ്ട്, കണക്കിലെടുക്കണം. പിന്നെ യൂട്യൂബിലും മറ്റ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ഈ കോഴി വളർത്തൽ. കാണുമ്പോൾ വിചാരിക്കും നല്ല എളുപ്പമാണെന്ന്. പക്ഷേ ഇത് ചെയ്ത് നോക്കുമ്പോഴേ ഇതിൻ്റെതായ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. എല്ലാ കാലാവസ്ഥയിലും ഒക്കെ ഈ കോഴികളെ കൊണ്ടടക്കണമെങ്കിൽ കുറച്ചൊരു മെനക്കെട് തന്നെയാണ്. പിന്നെ പലരും പറയുന്ന ഒരു മാസം 50,000-30,000 ഒന്നും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. എത്ര വലിയ ഫാമാണെങ്കിലും നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ അതുമല്ല, ഞാൻ ഇതൊക്കെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിനാണ് കൊണ്ടടക്കണത്. ഞാൻ നല്ല ഒരുവിധ ആൾക്കാരൊക്കെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് കോഴി വളർത്തുന്നത്. എൻ്റെ വിശ്വാസം എന്താ വെച്ചാൽ, നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടിരുന്ന് ഓരുടെ കോഴിനൊക്കെ നായ പിടിച്ചു പോയി, ബാക്കി കോഴിക്ക് അസുഖം വന്നും ചത്തും പോയി, ഒക്കെ കൂടി നിർത്തണം എന്ന് വിചാരിച്ചതിന് വീണ്ടും പോയി കോഴിക്കൂടും കോഴിനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതെന്ന്. അപ്പോൾ എന്താണ്, മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യണത്. ഞാനും ഇവിടെ ബ്രേക്ക് എടുത്തിട്ടുണ്ടേനു. ഒരു കൊല്ലം നമുക്കൊന്നുമില്ലേനു ഇവിടെ. ഗിനിക്കോഴി ഗിരിരാജ ഒക്കെ ഉണ്ടേനു. പക്ഷേ ഗിനിക്കോഴിനൊക്കെ കാട്ടുപൂച്ചൊക്കെ പിടിച്ചുകൊണ്ടതിന് ശേഷം നമ്മളൊരു കൊല്ലത്തോളം ഇവിടെ ഒന്നുമില്ലേനു, കാര്യമായിരുന്നു. പക്ഷേ ഈ കോഴിക്കൂടിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമായിട്ട് വീണ്ടും നാടൻ കോഴിനെ വാങ്ങിയിട്ട് തുടങ്ങിയതാട്ടോ. പിന്നെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സബ്സ്ക്രൈബർ ശോഭന ചേച്ചീൻ്റെ ചെറിയ ഫാമാട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കോഴികളൊക്കെ നമ്മളെ ചാനലിലൂടെ കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവർക്ക് എല്ലാ ടൈപ്പ് കോഴികളുണ്ട്. നാടൻ കോഴികളുണ്ട്, BB380 ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു രീതിയിലാട്ടോ ഈ ചേച്ചി കോഴികളെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫാം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒക്കെ ചിലവ് കുറച്ച രീതിയിലുള്ള കോഴിക്കൂടുകളൊക്കെയാണ്. പിന്നെ കോഴിക്കും വേണ്ടി കുറേ സ്ഥലം ചിലവാക്കാൻ ഒരുക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിലാണ് ഉൾപ്പെട്ട ഒരാളാട്ടോ ചേച്ചി. ഒരു നല്ല ഷെഡൊക്കെ കൊടുത്തിട്ടുണ്ട് കോഴികൾക്കായിട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് പിന്നെ എല്ലാ കേജും കൊടുത്തിട്ടുള്ളത്. പിന്നെ BB380ക്ക് ഹൈടെക് കേജാട്ടോ കൊടുത്തിട്ടുള്ളത്. BB380 നല്ല ലാഭമാണെന്നാട്ടോ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. 25 എണ്ണ ഉള്ളതിൽ ചില ദിവസം 25 മുട്ടയും കിട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നാടനുണ്ട്. നാടനെ പുറത്ത് വിടുന്ന ഓരോ ബാച്ചിന് ഓരോ ദിവസമായിട്ടാണ് പുറത്ത് വിടലെന്ന് പറഞ്ഞത്. പിന്നെ ഇവർ കൂടൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ പട്ടിക നമ്മൾ പൈസ കുറച്ച് നമുക്ക് പട്ടിക കിട്ടാണ്ടാവും. മില്ലിലൊക്കെ പോയാൽ കിട്ടും. പട്ടിക അടിച്ചിട്ട് ഗ്രീൻ നെറ്റ് അടിച്ചിട്ടാണ് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഗ്രീൻ നെറ്റിന് അന്നൊക്കെ കുറേ മുന്നേ മീറ്ററിന് 110, ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കോഴി വളർത്തുന്നവർക്ക് കൂടുണ്ടാക്കുമ്പോൾ ഒരുപാട് പാർട്ടീഷൻ ചെയ്ത കൂട് ആവശ്യമാണ്. എന്താ വെച്ചാൽ കോഴിമക്കൾ ഓരോരോ ബാച്ചായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ബാച്ചിനിടാനായിട്ട് ഓരോരോ കള്ളി വേണം. പിന്നെ അടക്കോഴികളെ ഇടേണ്ടി വരും, ഇപ്പോൾ ഇടയ്ക്കളുണ്ട് വരും, കൊത്തുകൂടുന്ന പൂവന്മാരെ മാറ്റിയിടേണ്ടി വരും, അസുഖം വന്നവരെ മാറ്റിയിടേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പാർട്ടീഷനുള്ള കൂടുകൾ വളരെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇവരിതാ പിന്നെ ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിട്ട പോലത്തെ ബൾബല്ല കേട്ടോ ഇടേണ്ടത്, 60 വാട്ടിൻ്റെ സാധാ ബൾബാണ് നമ്മൾ ഇടേണ്ടത്. എന്താ വെച്ചാൽ മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ കോഴികളെ ഒരു ഉഷാറ് കുറവ് കാണിക്കും. അപ്പോൾ ഒരു ബൾബ് ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ നെറ്റുള്ള ടൈപ്പ് കൂടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ കാഷ്ടം നിൽക്കുക, അമോണിയൻ്റെ സ്മെല്ല് വരിക, ആ കാര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ മക്കളായണ്ടാന്ന് തോന്നുന്നുണ്ട് പേപ്പർ വിരിച്ചു കൊടുത്ത്. ഇതും അടിയിൽ നെറ്റുള്ള കൂട് തന്നെയാണ്. ചീപ്പിളിപ്പൊടി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നെറ്റുള്ള കൂടാകുമ്പോൾ വൃത്തി ആക്കാൻ നമുക്ക് വളരെയധികം എളുപ്പമാണ്. എല്ലാ കാലാവസ്ഥയിലും നല്ലത് നെറ്റുള്ള കൂടാണ്, അടിയിൽ നെറ്റുള്ള ടൈപ്പ് കൂടാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ കൂടുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് പിന്നെ തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എത്ര ചുരുക്കാൻ നോക്കിയാലും നമുക്ക് ചീറ്റ ചിലവ് ചുരുക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗ്രോവർ, സ്റ്റാർട്ടർ, ലെയർ മാഷൊക്കെ എന്തായാലും കോഴികൾക്ക് കൊടുക്കണം. എന്നാലും ഓരോ കൃത്യസമയത്തിന് മുട്ട തരുള്ളൂ. ഇവരെ BB380 കോഴികൾക്കൊക്കെ ഇവർ ലെയർ മാഷ് മാത്രമാണ് കൊടുക്കലെന്നാണ് പറഞ്ഞത്. ചിലവരൊക്കെ തവിട് പിന്നെ പുല്ല് ഇലകളൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുട്ട ഉൽപ്പാദനത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും ചെയ്യും. ഒരു ഫുള്ള് ലെയർ മാഷ് ഒരു ചാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം ഉണ്ടാവും എന്നാട്ടോ പറഞ്ഞത്. 3 നേരം വെച്ചാൽ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ മാക്സിമം ചിലവ് കുറച്ച് കോഴി വളർത്തുക എന്നുള്ളത്. അതായത് നമ്മൾ കൂടിന് വേണ്ടി അധികം പൈസ ചിലവാക്കാതൊക്കെ തീറ്റപ്പാത്രം, വെള്ളപ്പാത്രം ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാതെ കുറേ പഴയ പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ചിലവ് കുറഞ്ഞ കൂട്. ഇപ്പോൾ ഈ ഒരു കൂടിനുള്ള ഒരു തകരാറ് എന്താ വെച്ചാൽ ഇതിന് റൂഫിംഗ് ഇല്ല കേട്ടോ. റൂഫിംഗ് ഇല്ലാഞ്ഞാൽ മഴയും വെയിലും കൊള്ളും. അപ്പോൾ ഇത് ഇവർ ഷെഡിൻ്റെ ഉള്ളിലായതിനെ കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഷെഡൊന്നും ഇല്ലാത്തവർ മറ്റേ താർപ്പായ വലിച്ചു കെട്ടാനുള്ള അങ്ങനെ എന്തെങ്കിലും ചിലവ് കുറഞ്ഞ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന മാതിരി ചെയ്യുക. റൂഫിങ് ചെയ്യാനുള്ള സാമ്പത്തികം ഉള്ളവരാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിലവ് കുറച്ച് കോഴീനെ വളർത്തൽ, കൂടുണ്ടാക്കുക, പിന്നെ
ചെറിയ എന്താ പറയുക ചിലവ് കുറഞ്ഞ പാത്രങ്ങൾ ഒക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടൊക്കെ ഓരോ തീറ്റപ്പാത്രമൊക്കെ ഉണ്ടാക്കിയത് കാണല്ലോ ഓരോരുത്തർ. നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിനെ കൊണ്ടൊക്കെ നല്ല തീറ്റപ്പാത്രമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നിലത്ത് ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അറക്കപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട, ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി. ഇത് കണ്ടില്ല, അവർ അടക്കോനൊക്കെ അവർ കാർഡ്ബോർഡ് ബോക്സിലാണ് വെച്ചിട്ടുള്ളത്, അടുത്തടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. പൊരുന്നി കോഴികളാട്ടോ അതൊക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും നെറ്റ് കൂടി ഇപ്പോൾ ഇത് ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തുറന്ന് വിടാനും എളുപ്പമാട്ടോ. അതാ നേക്കണ്ണക്ക് കോഴിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇനി എഗ് ബോക്സ് ആണോ ഇതൊന്നും അറിയില്ല കേട്ടോ, എഗ് ബോക്സിലാണെന്ന് തോന്നുന്നുണ്ട് അവിടെ വെച്ചത്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇവരെ BB380 കോഴികളുള്ളത് കേട്ടോ. ഇവരൊക്കെ മറ്റേ ഹൈടെക് കൂടുതലാണുള്ളത്. അപ്പോൾ ഈ കോഴികൾക്കൊക്കെ 3 നേരം വെച്ചാൽ തീറ്റ കൊടുക്കുന്നത്. എത്ര ഗ്രാമിൻ്റെ കണക്കൊക്കെ ഉണ്ട്, അതനുസരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആ ടൈം ആകുമ്പോൾ മുട്ടകൾ തരും. BB380 ലാഭമാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും BB380 കോഴി വളർത്തുന്നുണ്ടെങ്കിൽ ലാഭമാണുണ്ടോ, നിങ്ങൾ എന്താ അനുഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. BB380 മാത്രം കേട്ടോ, വേറെ കോഴികളുടെ ഒന്നും എനിക്ക് അറിയണ്ട. സോനാലി ഫയോമി ഒന്നല്ല, BB380 മാത്രം ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ, അത് മാത്രം വളർത്തുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം നിങ്ങൾക്ക് ലാഭമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ, നല്ലൊരു സെറ്റപ്പിലാണ്. ഷെഡിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കൂടുകളാട്ടോ, എല്ലാ ഭാഗത്തും നല്ല നല്ല പെട്ടിക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.